അവിടുന്ന് തൻ്റെ വചനം അയച്ചുകൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വിടുതലും എല്ലാം വർഷിക്കണം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ആരും വെറും കൈയോടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകത്തില്ല. അവൻ അനുഗ്രഹത്താൽ നിങ്ങളെ നിറച്ച് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. രോഗികളെ സൗഖ്യമാക്കിയേ, സന്തോഷം നൽകിയേ ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹ്റോന്റെ വടി പൂത്തു തളിർത്തു. മുളപൊട്ടി പൂത്തു തളിർത്തു. ബദാംപഴം കായ്ച്ചു. ഒറ്റ ദിവസം വെച്ചു. പിറ്റേ ദിവസം അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിലാണ്, അല്ലെ സാക്ഷ്യപേടകത്തിലാണ് ഈ വടി വെച്ചിരുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ വടി ഇരുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലാണ്. ജീവിക്കുന്ന ദൈവം മഹത്വത്തോടെ ഇറങ്ങി വരുന്ന സാക്ഷ്യപേടകത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ ഇരിക്കുന്നവർ മുളപൊട്ടും, ഹല്ലേലൂയ, മുളപൊട്ടും, പൂത്തുതളർക്കും, ബദാംപഴം കായ്ക്കുന്നത് പോലെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അഭിഷേകത്തിന്റെ വ്യക്തികളായിട്ട് മാറാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തില് ഇരിക്കുന്ന ഒരു പ്രവൃത്തി, അത് പ്രാർത്ഥനയിലൂടെയാകാം. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. അവന്റെ മഹത്വത്തിന്റെ മുൻപില് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് വചനം കേൾക്കുകയാ, വചനം സ്വീകരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മുളപൊട്ടി പൂത്തുതടുത്ത് ബദാംപഴം കായ്ക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് നിന്റെ ജീവിതത്തില് വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ട് പോകുക. കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ, നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. കർത്താവിന് മനസ്സൊന്ന് വിചാരിച്ചാൽ മതി, അല്ല സെക്കൻഡുകൾ മതി നമ്മുടെ ജീവിതത്തെ അവിടുന്ന് മാറ്റിമറിക്കുവാനായിട്ട്. ജെറമിയ 32:27, ഞാൻ സകലമറ്റരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവൻ സകലമറ്റരുടെയും ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യത, അത് നമ്മുടെ മേൽ പൂർണ്ണ അധികാരവും അവകാശവും ദൈവത്തിനാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ മേൽ സകല അധികാരവും അവകാശവും കർത്താവിനുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരാനായിട്ട് കർത്താവിന് സാധിക്കും. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 32-ാം അധ്യായത്തില് 17, 18, 19, 20, 21 വചനങ്ങളില്, ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. എല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. എല്ലാം സൃഷ്ടിച്ചത് ജീവിക്കുന്ന കർത്താവാണ്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ആ വചനം എന്ന് പറഞ്ഞ്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. കരമീറ്റ് പിടിച്ച് പറഞ്ഞു, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ഈ ശബ്ദം പോരാ, ഇച്ചൂടെ ശബ്ദത്തിൽ പറഞ്ഞേ, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. 1000 തലമുറകളോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ദൈവം പ്രതികാരം ചെയ്യുമോ? ദൈവം ഒരിക്കലും പ്രതികാരം ചെയ്യുന്നവനല്ല. ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യത്തിൻ്റെ, അല്ലെ കുടുംബങ്ങളിൽ സംഭവിച്ച അകൃത്യത്തിൻ്റെ, തിന്മയുടെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇത് ദൈവം വരുത്തുന്നതല്ല, മനുഷ്യൻ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അവൻ ചെയ്യുന്ന പാപത്തിൻ്റെ, അകൃത്യങ്ങളുടെ, തിന്മയുടെ ഫലം അവൻ അനുഭവിക്കുക. അതൊരിക്കലും ദൈവം ചെയ്യുന്നതല്ല. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ്. അങ്ങ് ശക്തനാണ്, അങ്ങ് പ്രതാപവാനായ ദൈവമാണ്.
പ്രവൃത്തിയിൽ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിന് ചെയ്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുൻപിൽ വ്യക്തമായിട്ടുണ്ട്. ഏത് ഇരുട്ടറയിൽ, അടഞ്ഞ മുറിയിൽ, ഏത് രഹസ്യത്തിൽ എന്തൊക്കെ പാപം ചെയ്താലും കർത്താവിൻ്റെ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ നമ്മുടെ പാപങ്ങളും രഹസ്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അവൻ്റെ കണ്ണുകളെ മറച്ചിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവൻ നിന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസരിച്ചുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് മടങ്ങി വരിക. പാപത്തിൻ്റെ എല്ലാ വഴികളും വിട്ടുപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. അവിടെ പറയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. ഇന്നും സമൂഹ മധ്യത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് പ്രവർത്തിക്കും. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്നും ദൈവം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നവനായിട്ട് കാട്ടിത്തരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ദൈവശബ്ദം കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് ശക്തൻ തമ്പുരാൻ അവിടെ ആ ഗ്രൗണ്ടിലായിരുന്നു പ്രോഗ്രാം, മാർക്കറ്റിൻ്റെ അടുത്ത്. അന്ന് ഇതുപോലെയല്ല, വലിയ ജനാവലി തന്നെയായിരുന്നു. അന്ന് ബൈക്കിൽ ഞാൻ ഓർക്കുന്നു, കുറേ കട്ടിലുകളിൽ രോഗികൾ കിടപ്പുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നതിൻ്റെ മനസ്സിൽ ഒരു ചെറുപ്പക്കാരൻ 10 വയസ്സ് കാണും. അവനിങ്ങനെ കട്ടിലിൽ നിവർന്ന് കിടക്കുക. അവൻ്റെ എഴുന്നേറ്റ് നടക്കത്തില്ല. നട്ടലിന് ഓപ്പറേഷൻ വന്നിരിക്കുക. പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ഓടി. ആ നിമിഷം കർത്താവ് സൗഖ്യം കൊടുക്കുക. അതുപോലെ മറ്റൊരു മകള് വീൽ ചെയറിൽ നിന്ന ഒരു സഹോദരി, ഫൈസ എന്ന അവളുടെ പേര്, ഇവിടെ കുന്നംകുളംകാരിയാണ്. അവളും അവിടെ ഭർത്താവുണ്ട്. അവിടെ അരക്ക് കീഴ്പോട്ട് തളർന്നു പോയതാ. അരക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ട് വീൽ ചെയറിലിരിക്കുക. അവൾക്കിടെ പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് അവളെ തൊട്ടു. ദൈവശക്തി അവളുടെ മേൽ ഇറങ്ങിയിട്ട് അവള് സാവധാനം എണീറ്റ് നടക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. 3 മക്കളുണ്ട്. അത്ഭുത രോഗശാന്തി അവൾക്ക് കർത്താവ് നൽകി. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4ാമത് ഒരു കുട്ടി കൂടി അവൾക്കുണ്ടായി. 4 മക്കൾ. പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അത്ഭുതകരമായ ദൈവിക ഒരു ഇടപെടലായിരുന്നു അവളുടെ സൗഖ്യമെന്ന് പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് ഇവിടെ സ്റ്റേജിൽ സാക്ഷ്യം പറഞ്ഞു. ഒരു അത്ഭുത രോഗശാന്തിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് രോഗികൾക്കിടെ പ്രാർത്ഥിക്കണം. കർത്താവ് തൊടും, കർത്താവ് സൗഖ്യം നൽകും. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിൽ അത്ഭുത സൗഖ്യമുണ്ട്. ഉറപ്പായിട്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കും. ബന്ധിതർക്ക് മോചനം കിട്ടും. തകർന്ന ജീവിതങ്ങളെയൊക്കെ കർത്താവ് പണിതുയർത്തും. വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രേക്ഷിത വേല ചെയ്യണം. നിങ്ങൾ വന്ന് ധ്യാനം കൂടി അനുഗ്രഹം മേടിച്ചു പോവുക എന്നതിനപ്പുറം മറ്റുള്ളവരുടെ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ഒരു സഹോദര സ്നേഹത്തിൽ നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. പലർക്കും അതിന് മനസ്സില്ല കേട്ടോ, തുറന്നു പറയാമല്ലോ. ഇത് കേട്ടിരുമ്പം പലരും ഇതൊന്നും അത് വിഷയമല്ല. പക്ഷെ ചില ആളുകളുണ്ട് കേട്ടത് സ്വീകരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അനേകരെ ധ്യാനത്തിൽ കൊണ്ടുപോയി ചെന്ന് ധാരാളം പേരുണ്ട്. ഭൂരിപക്ഷം ആളുകളും വരുന്നു, ധ്യാനം കൊടുന്നു, നമ്മുടെ കാര്യം നടക്കണം, നമ്മുടെ പിള്ളേരുടെ കാര്യം, IELTS പാസ്സാകണം. ഇപ്പം മൊത്തം ജർമ്മൻ പഠിക്കുക, ജർമ്മൻ പിള്ളേർ പാസ്സാകണം.
ഞാനീടെ ഒരു ധ്യാനത്തിന് UK, ജർമ്മനി, ഓസ്ട്രേലിയ ധ്യാനം ഉണ്ടായിരുന്നു 1 മാസം. UK ഒരു ധ്യാനത്തിന് പ്രോഗ്രാം നടക്കുകയാണ്. ഈവനിങ് പ്രോഗ്രാമാണ്. ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു 8-9 പെൺകുട്ടികൾ, മലയാളി കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രോഗ്രാമാണ്. അപ്പം ആ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടിയെ കണ്ടപ്പോൾ ഇവളെ ഞാൻ എവിടെ വെച്ചോ കണ്ടു, നല്ല പരിചയമാണല്ലോ. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഓർക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു, അതിന് ശുശ്രൂഷ ആരാധനെല്ലാം കഴിഞ്ഞു. കർത്താവ് ഒത്തിരി പേരെ സൗഖ്യമാക്കി അനുഗ്രഹമായിരുന്നു. അത് കഴിയുമ്പോൾ ഈ കുട്ടിയും ബാക്കി കുട്ടികളെല്ലാം കണ്ട് എടുക്കുന്നു. ഞാൻ മോളെ നിൻ്റെ വീട് എവിടെ? എന്നോട് എൻ്റെ വീട് മുന്നേ മുണ്ടക്കയത്താ, എന്നെ ഓർക്കുന്നില്ലേ ഇന്നയാളില്ലേ? അപ്പം ഞാൻ ഓർത്തു അവരുടെ പപ്പായും അമ്മയും അവരൊക്കെ നമ്മുടെ ഏകദിനത്തിന് മുണ്ടക്കയത്ത് ചിറ്റടി എല്ലാ ആഴ്ച വന്നുകൊണ്ടിരുന്ന. അപ്പോൾ അവർ UK പിന്നെ അപ്പനും അമ്മയൊക്കെ ബെൽഫാസ്റ്റിലാണ്. ഇവളവിടെ UK നേഴ്സിംഗ് പഠിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവളും 2-3 പെൺകുട്ടികളുടെ ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട്, ബ്രദറെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? പറഞ്ഞു. ബ്രദറെ, സങ്കടകരമായൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങളുടെ കോളേജിലൊക്കെ ഒത്തിരി പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല കുടുംബത്തിലെ പിള്ളേരൊക്കെ വളരെ പാപകരമായ ജീവിതമാണ് നയിക്കുന്നത്. അവിടെ കൺവെൻഷൻ നടന്നിട്ട് 9 പെൺകുട്ടികളാണ് വന്ന് അവിടെ നേഴ്സിംഗ് ഹോമിൽ നേഴ്സിംഗ് പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികൾ പറയാം, ബ്രദറെ, പെൺകുട്ടികളൊക്കെ അവരുടെ കൈവിട്ട ജീവിതമാണ് നയിക്കുന്നത്, അഴിഞ്ഞാടുന്ന ജീവിതമാണ്. ആൺകുട്ടികളൊക്കെ അവിടെ കഞ്ചാവൊക്കെ മേടിക്കാൻ കിട്ടും, കടകളുണ്ട്, കഞ്ചാവിൻ്റെ കടകൾ. ഇത്ര ഗ്രാം 18 വയസ്സ് കഴിഞ്ഞാൽ കിട്ടും. അവിടെ കാനഡയിലും എല്ലായിടത്തും ഉണ്ട്. മേടിച്ച് ഇഷ്ടം പോലെ വലിക്കാം, കുടിക്കാം, ആരും ചോദിക്കാനില്ല. മാതാപിതാക്കൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ മക്കൾക്കൊരു പക്ഷേ UK കാനഡയിലൊക്കെ ഉണ്ട്. അത്ര മക്കളെക്കുറിച്ച് വലിയ സ്വപ്നമൊന്നും കാണണ്ട. എല്ലാവരും നല്ല മിടുക്കരായിട്ട് നല്ലവരായിട്ട് ജീവിക്കുന്നൊന്നും അങ്ങനെയൊന്നും അധികം നിങ്ങൾ ചിന്തിക്കൊന്നും വേണ്ട. ഒത്തിരി എണ്ണം അവിടെ ഭയങ്കര മോശമായിട്ടാണ് ജീവിക്കുന്നത്. പച്ചയ്ക്ക് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രം. ധാരാളം കുട്ടികൾ, യുവജനങ്ങൾ വളരെ മോശമായിട്ടുള്ള ജീവിതമാണ്. മയക്കുമരുന്നും ലഹരിയും പിന്നെ മറ്റ് പാപകരമായ ജീവിതവും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് താർത്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വലിയൊരു നാശത്തിലേക്കുള്ള ഒരവസ്ഥയിലൂടെയാണ് ഒത്തിരി കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ, IELTS കിട്ടണം, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയ്ക്ക് കിട്ടണം, നല്ല കാര്യം, പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ആവശ്യത്തിൻ്റെയൊക്കെ പ്രാർത്ഥിച്ചോ. മറ്റുള്ളവരെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇത് വളരെ ആവശ്യമാണ്. അത് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത്. മനോഹരമായ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ അനേകരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേടിയാൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.